ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തേത് ഗില്ലൻ ബാരി സിൻഡ്രോമിനെ കുറിച്ചാണ്. GBS രോഗം. എന്താണ് ഗില്ലൻ ബാരി സിൻഡ്രോം? ഇത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അപൂർവ രോഗമാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗത്തെയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യമായിട്ടൊരു മരണം മഹാരാഷ്ട്രയില് പൂനെയില് റിപ്പോർട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് രാജ്യത്ത് ഇന്ത്യയില് ഒരു മരണം ഗില്ലൻ ബാരി സിൻഡ്രോമുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലാണ്, പൂനെയിലാണ്. JBS അല്ല, GBS ആണ്. ജി ആണ് ഗില്ലൻ, GBS ആണ്, ഗില്ലൻ ബാരി രോഗമാണ്. അപ്പോ നാഡിയുടെ പ്രവർത്തനം, നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇതിനെ ബാധിക്കുന്നു. നാഡിയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു, രോഗപ്രതിരോധ ശേഷിയെയും ഇത് ബാധിക്കുന്നു. പക്ഷാഘാതത്തിനും കാരണമാകുന്നു. വയറുവേദന, അതിസാരം, കൈകാലുകൾ ബലക്ഷയം, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. വയറുവേദന ഉണ്ടാകുന്നു, അതിസാരം, കൈകാല് ബലക്ഷയം ഉണ്ടാകുന്നു. കഴുത്ത്, മുഖം, കണ്ണ് തുടങ്ങിയവയെ രോഗം ബാധിക്കാം. കഴുത്ത്, മുഖം, കണ്ണ്. കൈകാല് ബലക്ഷയം, മരവിപ്പ്, പക്ഷാഘാതത്തിലേക്ക് കാരണമാകാം, തളർന്നു പോകാം. സ്പർശനം അറിയാതെയാകുക, മരവിപ്പുണ്ടാവുക, നടക്കാനോ വിഴുങ്ങാനോ ശ്വസിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. 6 ആഴ്ചയോളം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് രോഗലക്ഷണങ്ങൾ തുടങ്ങുക. രോഗകാരി ശരീരത്തിൽ പ്രവേശിച്ച് 6 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു രോഗങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരിക. അപ്പൊ രോഗം ഗില്ലൻ ബാരി സിൻഡ്രോം. നമ്മുടെ ജി ആണ്, ഗില്ലൻ ബാരി സിൻഡ്രോം. പൂനെയില്, മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട് രോഗം റിപ്പോർട്ട് ചെയ്തത്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് മറ്റൊരു കാര്യം, കേരള കലാമണ്ഡലത്തിൽ ആദ്യ മലയാള നൃത്താധ്യാപകൻ ആരാണ്? അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ആദ്യമായിട്ടാണ് ഒരു മലയാളി നൃത്ത അധ്യാപകൻ വരുന്നത്, ഒരു പുരുഷൻ വരുന്നു. RLV രാമകൃഷ്ണൻ, കലാഭവൻ മണിയുടെ അനിയൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ചായി നിയമിതനായതാര്? ബാറ്റിംഗിന് കോച്ച് സീതാൻഷു കൊടക്. ISRO 3-ാം വിക്ഷേപണ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെ? 3-ാമത്തെ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. വിക്ഷേപണത്തറ, 3-ാം വിക്ഷേപണം അത് ശ്രീഹരിക്കോട്ട. കൊതുക് നിയന്ത്രണത്തിനുള്ള പ്രോട്ടീൻ ഏതാണ്? കൊതുക് നിയന്ത്രിക്കാനുള്ള പ്രോട്ടീൻ ട്രപ്സിൻ മോഡുലേറ്റിംഗ് ഉസ്റ്റാറ്റിക് ഫാക്ടർ. ചിലന്തി വർഗങ്ങളിലെ സസ്യാഹാരിയായ ഒരേ ഒരു ചിലന്തി വർഗങ്ങളിൽ സസ്യം കഴിക്കുന്ന ഒരു ചിലന്തി ഉണ്ട്, ബഗിര കിപ്ലിംഗി. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ ചെയർമാൻ, ഇപ്പൊ മുല്ലപ്പെരിയാർ വിഷയമൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഡാം സുരക്ഷ അനിൽ ജെയിൻ. വന നിയമ ഭേദഗതി പിൻവലിച്ചു. വനം നിയമം ഭേദഗതി പിൻവലിച്ചു. കേരളം. 2025 ജനുവരി 15 എവിടെയാണ് ഒരു പ്ലേറ്റ് ഒരു ബാഗ്, 1 ബാഗ് 1 പ്ലേറ്റ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്? ഒരു പ്ലേറ്റ് ഒരു ബാഗ്. മഹാകുംഭമേള 2025. സംസ്ഥാന മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുത്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. സംസ്ഥാന മികച്ച പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഇന്ത്യൻ ലോക്പാലിന്റെ ആദ്യ സ്ഥാപക ദിനം, വെരി ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതും ആദ്യമായിട്ടാണ് ഇവരുടെ സ്ഥാപക ദിനം വരുന്നത്, ജനുവരി 16. അപ്പൊ ഇന്ത്യൻ ലോക്പാല് ആദ്യ സ്ഥാപക ദിനം ജനുവരി 16. അപ്പൊ 10 ചോദ്യങ്ങളാണ് പഠിച്ചത്. കലാമണ്ഡലത്തില് ആദ്യ നൃത്താധ്യാപകൻ അത് RLV രാമകൃഷ്ണൻ. ക്രിക്കറ്റ് ടീം ബാറ്റിംഗ് കോച്ച് സീതാൻഷു കൊടക്. ISRO 3-ാം വിക്ഷേപണതറ ശ്രീഹരിക്കോട്ട. കൊതുക് നിയന്ത്രണ പ്രോട്ടീൻ ട്രപ്സിൻ മോഡുലേറ്റിംഗ് ഉസ്റ്റാറ്റിക് ഫാക്ടർ. ചിലന്തി സസ്യാഹാരി ബഗിര കിപ്ലിംഗി. ദേശീയ ഡാം സുരക്ഷ ചെയർമാൻ അനിൽ ജെയിൻ. വനം നിയമ ഭേദഗതി പിൻവലിച്ചു. കേരളം. ഒരു പ്ലേറ്റ് ഒരു ബാഗ്. മഹാകുംഭമേളയുടെ ഒരു ക്വസ്റ്റ്യൻ അടുത്ത എക്സാമുകൾക്ക് കാണും. മികച്ച പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. ആദ്യ സ്ഥാപക ദിനം ലോക്പാലിൻ്റെത് ജനുവരി 16. ഇനി നിയമനങ്ങളിലെ സഞ്ജീവ് ആരാന്ന് നോക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതി ഏതിലോ ഒന്ന് വന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26-ാമത്തെ ഗവർണർ ആരാണ്? 26-ാമത്തെ ഗവർണറാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സഞ്ജയ് മൽഹോത്രയാണ്.
ഉത്തരം സഞ്ജയ് മൽഹോത്രയാണ്. 2018 ഡിസംബർ RBI ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് വിരമിച്ചു. ആ ഒഴിവിലാണ് 25ാമത്തെ ഗവർണർ RBI ഗവർണർ ശക്തികാന്ത ദാസ്, 26ാമത്തതാണ് സഞ്ജയ് മൽഹോത്ര. ഇപ്പൊ പുതിയ ഗവർണർ വന്നു. ഇനി കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആയിരുന്നു സഞ്ജയ് മൽഹോത്ര. 90 ബാച്ച് രാജസ്ഥാൻ കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. 2026 റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് പ്രകാരം RBI ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. RBIയുടെ ആദ്യ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത്. ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണ്. ഇനി നമുക്ക് അടുത്ത ഒരാളിലേക്ക് പോകാം. 15ാമത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തിയാണ്. ഇതൊരു സഞ്ജയ് മൽഹോത്ര, അടുത്ത ആള് സഞ്ജയ് മൂർത്തി. CAG 15ാമത്തെ ഇന്ത്യയുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണിത്. അറ്റോർണി ജനറൽ വേറെയാണ്. ഇത് ഓഡിറ്റർ ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇത് സഞ്ജയ് മൂർത്തി. ഇനി നമ്മുടെ സുപ്രീം കോടതി 51ാമത്തെ ചീഫ് ജസ്റ്റിസ്, 50 ആരായിരുന്നു? DY ചന്ദ്രചൂഡ് ആയിരുന്നു. അദ്ദേഹം റിട്ടയർഡ് ആയി. ഇപ്പൊ 51ാമത്തെ ആളായി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അപ്പൊ 2 സഞ്ജയ്മാരെ കണ്ടു. ഒരാള് RBI ഗവർണറാണ് മൽഹോത്ര, ഇത് മൂർത്തി CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. സഞ്ജീവ് ഖന്ന. ഇനി GST ട്രൈബ്യൂണൽ ചെയർമാൻ സഞ്ജയ് കുമാർ മിശ്ര. സഞ്ജയ് കുമാർ മിശ്രയാണ് GSTയുടെ ട്രൈബ്യൂണൽ ചെയർമാൻ. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ അത് V നാരായണനാണ്. ISROയുടെ പുതിയ ചെയർമാനാണ് V നാരായണൻ. 2025 ജനുവരി അന്തരിച്ച ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി സഹസ്ഥാപകൻ ആരാണ്? ജീൻ മാരിലെ പെൻ. ജീൻ മാരിലെ പെൻ. 18ാമത് പ്രവാസി ഭാരത ദിവസിന്റെ വേദി ഭുവനേശ്വർ, ഒഡീഷയിലാണ്. ഭുവനേശ്വറാണ് പ്രവാസി ഭാരത ദിവസിന്റെ വേദി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് തിരുവനന്തപുരം, ജേതാക്കൾ തൃശൂർ. 2025 ജനുവരി അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത്. അപ്പൊ ഇന്ത്യയുടെ അത്ലറ്റ് ഫെഡറേഷൻ അത്ലറ്റായി അധ്യക്ഷ അഞ്ജു ബോബി. ഒളിമ്പിക്സ് അധ്യക്ഷ ആരാണ്? ഒളിമ്പിക്സിന്റെ അധ്യക്ഷ അത് PT ഉഷയാണ്. ഇത് അത്ലറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷ അഞ്ജു ബോബി ജോർജ് ആണ്. ക്ലിയർ ആണ്? പഞ്ചായത്ത് സേ പാർലമെന്റ് ഈ പദ്ധതി ഏത് ഗോത്ര നേതാവിന്റെ 150ാം ജന്മവാർഷികത്തോട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു? ഏത് ഗോത്ര നേതാവിന്റെയാണ്? ബിർസ മുണ്ട. ബിർസ മുണ്ട. ബിർസ മുണ്ട അറിയത്തില്ലേ? ബിർസ മുണ്ട. ബിർസ മുണ്ട. പഞ്ചായത്ത് സേ പാർലമെന്റ് 2 ഗോത്ര നേതാവ് 150ാം ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്തു. 150ാം ജന്മവാർഷികം. 2025 ജനുവരി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം 2025 ജനുവരിയിലെ കറണ്ട് അഫയർ ആണ്. അതാണ് പുതുപുത്തൻ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞത്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ പുതുതായി പൂർണ്ണാംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ. ആരാണ്? ഇന്തോനേഷ്യ. അപ്പൊ ഇന്തോനേഷ്യ പുതിയ അംഗമായി. അങ്ങനെ 10 അംഗങ്ങളായി. ബ്രിക്സിൽ 10 അംഗങ്ങളാണ്. UAE അംഗമാണ്. സൗദി അംഗമല്ല. സൗദിയെ ക്ഷണിച്ചു അംഗമാകാൻ, ഇതുവരെ സ്വീകരിച്ചുമില്ല, നിരാകരിച്ചുമില്ല. അർജന്റീന സ്വീകരിച്ചില്ല. അപ്പോ ഇപ്പൊ എത്ര അംഗങ്ങളുണ്ട്? 10. ഇന്തോനേഷ്യ അംഗമായപ്പോഴാണ് 10. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ സൗദി അംഗമാകാം, അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ബ്രിക്സിൽ ഇപ്പോൾ 10 അംഗങ്ങളുണ്ട്. 2025 ജനുവരിയിലെ പുതിയ അംഗം ഇന്തോനേഷ്യയാണ്. ദേശാടന പക്ഷികളുടെ വരവ് ആഘോഷമാക്കി ജനുവരിയിൽ 4 വർഷത്തിന് ശേഷം ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ആന്ധ്രാപ്രദേശ് ആണ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആര് സംഘടിപ്പിച്ചു? ആന്ധ്രാപ്രദേശ്. ഫ്ലെമിംഗോ ആന്ധ്രാപ്രദേശ്. ലെബനന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ജോസഫ് ഔൻ. ജോസഫ് ഔൻ. ക്രൊയേഷ്യയുടെ പ്രസിഡന്റ് ആയത് സോറൻ മിലാനോവിക്. സോറൻ മിലാനോവിക്. അപ്പോൾ നമ്മൾ ആദ്യം ഗില്ലൻ ബാരി സിൻഡ്രോം ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു. അതാണ് ഇമ്പോർട്ടന്റ്. മഹാരാഷ്ട്ര പൂനെ. ഇത് നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഓക്കെയാണ്. പക്ഷാഘാതം വരെ വരുന്ന ഒരു അത്യപൂർവ രോഗമാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. അതിനകത്ത് RLV രാമകൃഷ്ണൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. 3ാം വിക്ഷേപണത്ര ശ്രീഹരിക്കോട്ട. പിന്നെ വേണ്ടത്
മഹാകുംഭമേളയുടെ കണ്ടു. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ മികച്ച പോലീസ് സ്റ്റേഷൻ. ലോക്പാൽ ആദ്യ സ്ഥാപക ദിനം ജനുവരി 16. റിസർവ് ബാങ്ക് 26ാമത് ഗവർണർ സഞ്ജയ് മൽഹോത്ര. CAG 15ാമത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തി. 51ാമത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സഞ്ജയ് കുമാർ മിശ്ര GST ട്രൈബ്യൂണൽ ചെയർമാൻ. ISRO പുതിയ ചെയർമാൻ ആരാണ്? ISRO S സോമനാഥ് മാറി, ഇപ്പൊ V നാരായണൻ. ഫ്രാൻസിലെ വലതുപക്ഷ പാർട്ടി നാഷണൽ റാലി സഹസ്ഥാപകൻ ജീൻ മാരി ലെ പെൻ. പ്രവാസി ഭാരത ദിവസ് വേദി ഭുവനേശ്വർ ഒഡീഷ. സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം. വിന്നർ തൃശൂർ. അത്ലറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അത്ലറ്റ് കമ്മീഷൻ അധ്യക്ഷ അഞ്ജു ബോബി. വെരി വെരി ഇമ്പോർട്ടന്റ്. പഞ്ചായത്ത് സേ പാർലമെന്റ് 2 പദ്ധതി ഏത് ഗോത്ര നേതാവിന്റെ 150ാം വാർഷികം? ബിർസ മുണ്ട. ബ്രിക്സിൽ പുതിയ അംഗത്വം നേടിയത് ഇന്തോനേഷ്യ. ദേശാടന പക്ഷി വരവ് ആഘോഷമാക്കി. ജനുവരിയിൽ 4 വർഷത്തിനിടെ ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ആന്ധ്രാപ്രദേശ്. ലെബനന്റെ പുതിയ പ്രസിഡന്റ് ജോസഫ് ഔർ. ക്രൊയേഷ്യ സോറൻ മിലാനോവിക്. ഇനി നമുക്ക് പത്മശ്രീ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് നോക്കുന്നത്. MTക്ക് എന്ത് കിട്ടി? പത്മവിഭൂഷൺ ലഭിച്ചു. MTക്ക് പത്മവിഭൂഷൺ ലഭിച്ചു. PR ശ്രീജേഷ്, ശോഭന, ജോസ് ചാക്കോ പത്മഭൂഷൺ ലഭിച്ചു. IM വിജയൻ പത്മശ്രീ ലഭിച്ചു. ഓക്കെ, നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 7 പത്മവിഭൂഷൺ, 19 ഭൂഷൺ, 113 പത്മശ്രീ, 139 പത്മ അവാർഡ്സിന്റെ കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകുന്നത്. 139 പത്മ അവാർഡ്സ്, 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ. MTക്ക് എന്ത് കിട്ടി? MTക്ക് വിഭൂഷൺ കിട്ടി. ജോസ് ചാക്കോ, PR ശ്രീജേഷ്, ശോഭന രണ്ടാമത്തെ മികച്ച അവാർഡായ ഭൂഷൺ കിട്ടി. MTക്ക് വിഭൂഷൺ. PR ശ്രീജേഷ്, ശോഭന പത്മഭൂഷൺ, ജോസ് ചാക്കോ പത്മഭൂഷൺ, IM വിജയൻ, ഓമനക്കുട്ടി, CS വൈദ്യൻ, ഗുരുവായൂർ ദുരൈക്കൊക്കെ പത്മശ്രീ. അജിത്തിന് എന്തുവാ കിട്ടിയ? സിനിമാടൻ അജിത്, ശാലിനിയുടെ ഭർത്താവ്, പത്മഭൂഷൺ. ഡീറ്റെയിൽ ആയി പഠിക്കാം അടുത്ത ക്ലാസ്സിൽ. ചുമ്മാ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.